അവര് വന്നു മീരെ കൊണ്ടുപോവാൻ. ഏട്ടനെവിടെ? എവിടെ ഭരതൻ? എന്തിനാ നിന്റെ പുറപ്പാട്? ഒട്ടം കളിക്കണ്ട. എന്താ പറയാ? എന്താ നിന്റെ ഉദ്ദേശം? എനിക്കൊന്ന് പുറത്തു പോകണം. എനിക്ക് ജീവനുണ്ടെങ്കിൽ സമ്മതിക്കില്ല ഈ പടിക്ക് പുറത്തു പോകും എന്റെ ഏട്ടനെ. എനിക്കൊരിടം വരെ വളരെ അത്യാവശ്യമായിട്ട് പോയേ പറ്റൂ. ബാലരാമന്റെ വീട്ടിലേക്കല്ലേ? ഇല്ല, നീ പോവില്ല. അത്ര നിർബന്ധാച്ചാ നീ പൊയ്ക്കോ. പക്ഷെ ഈ അമ്മയുടെ ശവം കണ്ടേ നീ പോകാവൂ. എന്ത് മണ്ടത്തിലെ അമ്മയെ പറയണേ? ഞാൻ തിരിച്ചേരിക്കല്ല പോണത്. പിന്നെ ഓർമ്മയില്ലേ ഗോവിന്ദമ്മയ്ക്ക്? വെളിനേഴി ഗോവിന്ദനാശാനെ, എന്നെ മെഴുക്കിട്ടൊഴിഞ്ഞ കഥകളി പഠിപ്പിച്ച എൻ്റെ ഗുരു ഗോവിന്ദനാശാനെ. ആശാന്റെ 12ാം ചരമവാർഷിക എന്ന്. പോയിട്ട് അസ്ഥിത്തറയിൽ ഒരു വിളക്ക് വയ്ക്കണം. കഥകളിയിൽ മാത്രമല്ല ജീവിതത്തിൽ ഞാൻ പഴിച്ചുപോയെന്ന് ആ കാരണവരോട് എനിക്ക് കുറ്റമായിട്ട് പറയണം. ഏട്ടാ മാറ് പ്രഭാകര, മാറ് പ്രഭാകര. ഇങ്ങനെ നടക്കണം, നടത്തണമെന്നാവും ഈശ്വര നിശ്ചയം. പണവും പദവിയും തറവാടിത്തുമൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? ഒരു കാര്യവുമില്ല. ഒക്കെ നിശ്ചയിക്കണത് ഈശ്വരന്മാർ. ഈശ്വരന്മാരുടെ ജോലി നമ്മളേറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങി വെച്ചാ അവർക്ക് തൊഴിലില്ലാണ്ടാവില്ലേ? തൊഴിലില്ലാച്ചാ പട്ടിണിയാവില്ലേ വിശ്വനാഥ ഈശ്വരന്മാര്? അതുകൊണ്ട് അവരുടെ തൊഴിലിനെ തടസ്സപ്പെടുത്താതെ, അവരുടെ കഞ്ഞിൽ മണ്ണ് വാരിയിടാതെ നമ്മളങ്ങോട്ട് മാനേജ് ചെയ്യുക, വഴങ്ങിക്കൊടുക്കുക. എന്താ ഒരു കാര്യം ചോദിച്ചാ സത്യം പറയൂ എൻ്റെ കുട്ടി. എന്തൊക്കെയോ നീ മനസ്സിൽ കണക്കൂട്ടി വെച്ചിട്ടുണ്ട്. മനസ്സിലാവണുണ്ട് എനിക്കത്. മോളെ ഏട്ടത്തിയമ്മോട് തുറന്നു പറ. എന്താ കേൾക്കണോ ഏടത്തിയമ്മയ്ക്ക്? വേണം. അലറി വിളിച്ച് ആപത്ത് വരുത്തി വെക്കോ? ഇല്ല, സത്യം. നാളെ നേരം വെളുക്കുന്നത് കാണാൻ മീര ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടാവില്ല. അയാൾ വെറുതെ ഇരിക്കുന്നൊന്നുമില്ല. അവിടെ കണ്ടു. എന്റെ മോള് പോയിട്ട് ഒക്കെ നല്ലതിനാണെന്ന് അങ്ങോട്ട് വിചാരിക്കുക. വാ. പെങ്ങളൊരു വഴിക്കിറങ്ങി പോകുന്ന നേരം നോക്കി തോന്നിയാസം പറയാ നീ? അതെ, പോവാ അവള്. നിങ്ങൾ ഉദ്ദേശിച്ച വഴിക്കല്ല, മറ്റൊരു വഴിക്ക്. നാളെ കാലത്ത് വിഷന്റെ വീട്ടിൽ നാളെ വരും. ഒരു കയറിന്റെ തുമ്പത്ത് തൂങ്ങിക്കിടക്കണം മീരാന്നും പറഞ്ഞു അവളെന്നോട് നെഞ്ചടപ്പോടെ പറഞ്ഞു. നാളത്തെ സൂര്യോദയം കാണാൻ അവൾ ഉണ്ടാവില്ല. വട്ടം വെച്ചിട്ട് എന്ത് തോന്നിയ ദിവസം കാണിക്കുന്ന വണ്ടി വഴിന്ന്. ജഡായുവാ ഞാൻ, ജഡായു. പഞ്ചവടിയിലെ പർണാശ്രമത്തിൽ നിന്ന് സീതാദേവിയെ അപഹരിച്ചു കൊണ്ടുപോയ രാവണനെ ഓർമ്മിക്കുന്നുണ്ടോ വിശ്വനാഥൻ? രാവണന്റെ പുഷ്പക വിമാനം തടഞ്ഞു നിർത്തിയ ആ അപകടം പിടിച്ച പക്ഷിയെ ഓർമ്മിക്കുന്നുണ്ടോ വിശ്വനാഥൻ? നട്ടപ്രാന്തിലും പുരാണം പറയാൻ മിടുക്കനാണല്ലോ ഭരതപിഷാരടി. അറിയാലേക്ക് ഒടുക്കം ആ ജഡായുന് എന്താ പറ്റിയെന്ന്. ധൈര്യം ഉണ്ടെങ്കിൽ വെട്ടടാ എന്റെ ചിറക്. ആകാശത്തൂടെ അപ്പൂപ്പൻ താടി പറന്നു പോണത് കണ്ടിട്ട് ഭൂമിക്ക് ഗുരുത്വാകർഷണം ഇല്ലെന്ന് തെറ്റിദ്ധരിക്കരുത് വിശ്വനാഥൻ.
ഇത്തിരിശ വട്ടുണ്ടെന്ന് കരുതി ഭരതപിഷാരടിക്ക് അണത്ത ഇല്ലാന്നും അടുക്കരുത്, അടുത്തു പോകരുത്. നോക്കില്ല ഞാൻ ബാലമാമയാണെന്നൊന്നും. എടാ നീ ആ കഴുത്തേന്ന് കാലെടുക്ക്, ചത്തുപോവൻ. ശാവണം ഇവൻ, ശാവണം. 10 മാസം ചുമന്ന് നൊന്ത് പെറ്റ തള്ളയുടെ നാഭിക്ക് ചവിട്ടിയവനവൻ. ലാളിച്ച കൈക്ക് കൊത്തിയ പാമ്പ്. ഇല്ല ബാലമാമേ, പുനർജന്മം പോലും കിട്ടാത്തൊരു മരണം തന്നെ വേണം ഇവന്. മോനെ, ഈ ബാലമാമ പറയുന്നു കേക്ക്. എന്റെ കുട്ടിയെ വിടാമനെ, വിടാൻ വിടാൻ. ശത്രുവായിട്ടല്ല ഞാനിപ്പോ നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. നിന്റെ പഴയ ബാലമാമയായിട്ടാ. എന്റെ മോളുടെ ജീവിതം വേണം, വേണം ബാലമാമേ. അവൾക്ക് ഒരു ജീവിതം, അന്തസ്സുള്ള ഒരു ജീവിതം. അറിയോ, പാമ്പ് മാണിക്ക കല്ല് കൊണ്ട് നടക്കണ പോലെ ഈ ജന്മം മുഴുവനും ഇവൾ എന്നെ കൊണ്ട് നടക്കുകയായിരുന്നു മനസ്സിൽ. വേണം ഇവൾക്കൊരു ജീവിതം, കൊടുക്കും ഞാനത്.
ഒരിക്കൽ കൂടി വേദനിപ്പിക്കുന്നതിന് ക്ഷമ ചോദിക്കാൻ അർഹതയുണ്ടോ എന്നെനിക്കറിയില്ല. എങ്കിലും എനിക്ക് പോയേ പറ്റൂ മീര. ഇക്കുറി പ്രയാഗിലെ കുംഭമേള കാണാനല്ല, ജഗദ്ഗുരു ശങ്കര സർവകലാശാലയിലെ ആ പഴയ ഉദ്യോഗം ശരിപ്പെടുത്തിയിട്ടുണ്ട്. ശങ്കരൻകുട്ടി മാഷിന്റെ നല്ല മനസ്സ്, നിന്റെ പ്രാർത്ഥന. വൈകിട്ട് തിരിച്ചെത്തും ഞാൻ. അപ്പോഴേക്കും കുളിച്ച് ഉടുപ്പ് മാറ്റി നല്ല പൂച്ചക്കുട്ടനായിരിക്കണം. നമുക്കൊരിടം വരെ പോകാനുണ്ട്. എല്ലാം മറന്ന് ഒരു തീർത്ഥയാത്ര, പ്രണയത്തിന്റെ തീർത്ഥയാത്ര. ഒന്ന് നിൽക്കേ എന്റെ മാഷേ.